എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. അതോടെ എല്ലാവർക്കും ഞാൻ ഓണം ആശംസിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഇത് കണ്ടില്ലേ, ഓണം പ്രമാണിച്ച് എല്ലാവരും ഉപ്പേരി വറക്കും. അതുപോലെ ഞാനും വറുത്തു. ഇത് ഏത്തക്ക ഉപ്പേരിയാണ്, 2 കിലോ ആണ് ഞാൻ എല്ലാ വർഷവും വറക്കുന്നത്. അതുപോലെ ഈ വർഷവും വറുത്തു. അപ്പം ഇത് വളരെ ലളിതമായ രീതിയിൽ നല്ല ടേസ്റ്റോടുകൂടി വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് എങ്ങനെയാണ് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ആദ്യം വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നേന്ത്രക്കായാണ്, അതായത് ഏത്തക്ക എന്ന് പറയും. 2 കിലോ ആണ്. ഇത് ഞാൻ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് കഴുകി തോർത്തി എടുത്താണ്. വെള്ളമയം ഒന്നും പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുമെന്ന് പറയാറ്. ഞാനങ്ങനെ സ്ഥിരം ഉണ്ടാക്കാറില്ല. എല്ലാ വർഷവും ഓണത്തിന് എന്തായാലും 1 കിലോ എങ്കിലും ഏത്തക്ക ഞാൻ വറക്കും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വറക്കണ്ടേ, അങ്ങനെ വറക്കും. അപ്പോൾ ഇതിപ്പോൾ 2 കിലോ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ അരിഞ്ഞ് വറക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. വറക്കാനായിട്ട് ഞാൻ ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കിലോ ഏത്തക്കയാണല്ലോ, അപ്പം നമ്മൾ ഒരു 1/2 കിലോ എണ്ണ ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മൾ കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തിടാം. അപ്പോൾ നമുക്ക് അധികം എണ്ണ ആവത്തില്ല. ഇച്ചിരി താമസം എടുക്കും നമുക്കിതെല്ലാം വറുത്തരാം. അപ്പം ഞാൻ 1/2 കിലോ എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുക. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കുക. ഇത് വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ വേറെ എണ്ണയൊന്നും എടുക്കത്തില്ല. കാരണം ഈ പാം ഓയിലൊക്കെ എടുത്താലേ മുട്ടും. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ പാത്രമൊക്കെ മുട്ടി പിടിക്കും. അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ഉപ്പേരി ഐറ്റംസൊക്കെ വറക്കാറ്. നമുക്ക് കഴിക്കാനല്ലേ, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തേ വറക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ വറക്കുന്ന കായ്ക്ക് വേണ്ടി 1 നുള്ള് ഉപ്പും 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ 2 ട്രിപ്പ് വറുത്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ 1 നുള്ള് ഉപ്പും മഞ്ഞൾപ്പൊടി. സാധാരണ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് പുറത്തല്ല ഞാൻ ഉപ്പ് വെതറുന്നത്, എണ്ണയ്ക്കകത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണയ്ക്കകത്തുനിന്ന് ഈ ഏത്തക്ക അങ്ങ് പിടിച്ചോളും. ഏത്തക്ക ആയാലും ചീനി ആയാലും ചക്കയായാലും എല്ലാം ഞാനങ്ങനെ വറക്കാറ്. എണ്ണയ്ക്കകത്ത് ഡയറക്റ്റ് ആവശ്യത്തിന് എണ്ണയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. 2 ട്രിപ്പ് വറുത്ത് കഴിയുമ്പോൾ അടുത്ത ട്രിപ്പിനിടുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കും. അങ്ങനെയാണ്. അപ്പം ഞാനിവിടെ 3 കാ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിനകത്തോട്ട് കൊക്കുന്നത് നമ്മൾ വറുത്തെടുക്കും. അത് കഴിയുമ്പോൾ വീണ്ടും അരിഞ്ഞെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അല്ല, എൻ്റെ ചോപ്പർ ഉണ്ടായിരുന്നു ഇവിടെ, അത് വലുതാണ്. എനിക്ക് തനിയെ വെച്ചിങ്ങനെ കുറച്ച് കൈ കഴിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിച്ചാത്തി കൊണ്ട് അരിഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് വറക്കാം. അപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇത് വറക്കാനായിട്ട് 3 കാ വറക്കാനായിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ട്രിപ്പ് വറക്കുന്നതിന് ഇട്ടിട്ടുണ്ട്. നമ്മളിനി അടുത്ത ട്രിപ്പ് വറക്കുമ്പോൾ പിന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ മൂത്തിട്ടുണ്ട്. സിമ്മിലിട്ടിരിക്കും, അല്ലാതെ കുതിച്ച് തിളയ്ക്കാത്തതേ. ഇങ്ങനെ വെതറി അങ്ങോട്ട് കൊടുക്കാം. നമുക്ക് അല്ലയോ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ഞാൻ വറക്കുന്നത് കേട്ടോ. ഇതേ രീതിയിൽ കുറേശ്ശെ അരിഞ്ഞെടുത്തിട്ട്. അപ്പോൾ ഇത് മൂക്കുന്നതനുസരിച്ച് നമ്മൾ അടുത്തത് അരിയും. ചിലപ്പോൾ മൂക്കാതൊക്കെ മൂക്കാതല്ല, തണങ്ങ് പോലിരിക്കും ചിലതൊക്കെ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ എണ്ണ ഒഴിച്ച് ചെയ്താൽ അങ്ങനെ സംഭവിക്കത്തില്ല. ഇപ്പോൾ ഞാൻ ഓരോന്നോരോന്നെടുത്ത് വിടുത്തിടുവാണ്. കണ്ടില്ലേ, ഒരു വശം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാവുള്ള. ഞാൻ വറക്കുന്നതാണേ കാണിച്ചത്. നമുക്ക് ഇളക്കാം. നമ്മുടെ വലിയ അരിപ്പ തവി ഒടിഞ്ഞു പോയി. ഒരെണ്ണം അങ്ങ് തുരുമ്പിക്കുകയും ചെയ്തു. അതിനി ഇട്ടാൽ നിങ്ങൾ ഓർക്കും വൃത്തി മനയൊക്കെ ഇല്ലാതെ ചെയ്യുവാണ്.
അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. മൂക്കട്ടത് ഉണ്ട്, ഒന്നിലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ട ഒന്നും എല്ലാം വേറിട്ട് നിൽക്കുക. എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. എങ്കിലും ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നതെന്നേ ഉള്ളു കേട്ടോ. മൂക്കട്ടെ, നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ ഇത് തണുങ്ങ് പോലിരിക്കുവേ. ആ സമയത്ത് ഞാൻ അരിയും അതാ. എന്താ ശബ്ദം കേൾക്കണം, കിലുകിലാന്ന് ശബ്ദം കേൾക്കണം, എന്നാലത് മൂത്ത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റത്തുള്ളൂ. നല്ല നല്ല കായാണിത് കേട്ടോ, അതുകൊണ്ട് വേർത്ത് പൊങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, എന്താ നല്ല വിളഞ്ഞ കായാണ്. അപ്പോൾ ഇതിനാവശ്യത്തിന് ഉപ്പും പിടിച്ചിട്ടുണ്ട്, മഞ്ഞ കളറും വന്നിട്ടുണ്ട്. കണ്ട ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വറക്കുന്ന അതേ രീതിയിലുള്ള കായ ഇട്ടിട്ടുണ്ട്. മൂക്കട്ടെ, ഒന്നുകൂടെ മൂക്കണ്ട്. നല്ല ശബ്ദം കേൾക്കണം, കിലുകിലാന്ന് നല്ല ശബ്ദം കേൾക്കണം. എൻ്റെ സൗണ്ട് എനിക്ക് നല്ല വലിയ സൗണ്ടായ എൻ്റെത്, പക്ഷെ എന്നാലും എല്ലാവരും പറയും സൗണ്ട് ക്ലിയർ ആവുന്നില്ല എന്ന്. എനിക്കെന്നാൽ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്കത് പറ്റത്തില്ല. എനിക്ക് ഇതിൻ്റെ അവസരത്തിനൊത്ത് സംസാരിച്ചാലേ ശരിയാവില്ല. സൗണ്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മളിതെല്ലാം അങ്ങ് മറന്നു പോകും. അതാ ഇത് മൂക്കട്ടെ. അപ്പം നമ്മുടെ ചിപ്സൊക്കെ ഇവിടെ മൂത്തിട്ടുണ്ട്. ഞാനിത് പാത്രത്തിലേക്ക് കോരി ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ അരിപ്പ പാത്രത്തിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടിരിക്കുക. അല്ല പാത്രത്തിൽ ഒന്നും താഴോട്ടൊന്നും ഇറങ്ങത്തൊന്നുമില്ല. ഇതെല്ലാം ഞാൻ ഊറ്റിയെടുത്തിട്ട് കാണിക്കാം. ഇപ്പം കണ്ടില്ലേ നമ്മുടെ ചിപ്സ് കണ്ട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ. നമുക്കിനി ഇത് കണ്ട് ഇതിനകത്തോട്ടം കുടഞ്ഞത് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്. പേപ്പറിനകത്ത് ടിഷ്യൂ പേപ്പർ ഇട്ടുണ്ട്. നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊന്നും ഡയറക്റ്റ് ഒരു സാധനം ഇടാൻ പാടില്ല, കാരണം അതിൻ്റെ മഷി നമ്മുടെ ഈ ഭക്ഷണത്തിനൊക്കെ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ നമുക്കിനി ഇതേ രീതിയിൽ എല്ലാം മറക്കാം. ഞാൻ അടുത്തോടെ ഇട്ട് കാണിക്കാം. എന്താ എണ്ണ അതേ രീതിയിൽ ചൂടാക്കി കിടക്കണം. നമ്മൾ നേരത്തെ ഇട്ട ഉപ്പ് ഉണ്ട്, ഇനി ഉപ്പിടേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ട്രിപ്പ് കൂടെ ഉപ്പിട്ട് കൊടുക്കണം. ഉരുളിക്കകത്തായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കിടന്നോളൂ. ചീനിച്ചട്ടിക്കകത്താണെങ്കിൽ മങ്ങിയിരിക്കും. അപ്പോൾ കുറച്ചിട്ടാൽ മതി. ഞാൻ പറഞ്ഞില്ല കുറേച്ചിട്ടത് മൂക്കട്ടെ. അപ്പം നമ്മുടെ ലാസ്റ്റായി ഇതിനകത്തോട്ട് നുള്ളു ഉപ്പ് ലേശം മഞ്ഞൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റിലത്തെയാണ് ഇത് വാരി ഇടുവാണ്, കോരി എടുക്കുവാണ്. ഇച്ചിരി കങ്ങിയിട്ടുണ്ട്, ലാസ്റ്റിലത്തെ ആയതുകൊണ്ടാണ്. കണ്ടില്ലേ, നമ്മുടെ നേന്ത്രക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറേശ്ശെ ഇട്ട് മൂപ്പിച്ചെടുത്താൽ നമുക്ക് ഇത്തിരി സമയമെടുക്കും, പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണ ലാഭം വരും. നമ്മൾ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കരുതെന്നല്ലേ പറയാറ്. എണ്ണ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിഞ്ഞ് വീണ്ടും തിളപ്പിക്കരുതെന്നാണ് പറയാറ്. പക്ഷേ എങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം കറിക്കൊക്കെ ഉപയോഗിക്കാം. നമ്മൾ വറക്കാൻ ഉപയോഗിക്കരുതേ ഉള്ളൂ. ഇതിനും കറിക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അധികം വെളിച്ചെണ്ണ ഇല്ല, കാരണം ഞാൻ കുറച്ചെല്ലാം 1/2 കിലോ എല്ലാം ഒഴിച്ചുള്ളൂ. ഈ 2 കിലോവും ഏത്തയ്ക്ക വറക്കാൻ 1/2 കിലോ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പം കണ്ടില്ലേ, നല്ല കിലുകിലാന്നിരിക്കുന്ന നല്ല സൂപ്പർ ഉപ്പേരി, നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.